ആണ്ടോയുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടോർ നമുക്ക് പിന്നെ ഒരു 10 ദിവസം നൽകിയിരിക്കെ നമ്മൾ ഇന്ന് എപ്പിസോഡ് 73 പോവുകയാണ്. എപ്പിസോഡ് 73 നമ്മൾ എഫെസ്യ ലേഖനം 6:19 വാക്യത്തിൽ നമുക്ക് വാസിച്ച് നമുക്ക് പാർக்கலாம். അതിന് മുമ്പേ നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ച 18 വാക്യം നമ്മൾ ഒന്നും കൂടെ റിവ്യൂ പണിയിട്ട് നമുക്ക് 19 വാക്യത്തിലേക്ക് കടന്നു പോകാം. ആണ്ടവർ നമ്മളോട് എന്നാ പണ്ണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അത് നമുക്ക് പാർக்கலாம். 18 വാക്യത്തിൽ നമ്മൾ എന്നാ വാസിച്ച് നമ്മൾ ഇങ്ങനെ വായിക്കുന്ന സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗ്രതയും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. നമ്മൾ മലയാളത്തിൽ നമ്മൾ എന്നാ വാസിച്ചത്? നമ്മൾ എപ്പോഴുമേ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കണം. എപ്പടി പ്രാർത്ഥിക്കണമെന്ന് ചൊല്ലിച്ചാൽ അത് എപ്പടി ജപം പണ്ണണമെന്ന് ചൊല്ലിച്ചാൽ ജപം പണ്ണുന്നത് നമ്മുടെ മനസ്സിൽ, അതായത് നമ്മൾ എപ്പോഴുമേ മനസ്സിൽ ആണ്ടവരെ നമ്മൾ മനസ്സിൽ എപ്പോഴുമേ പ്രാർത്ഥന നമ്മൾ ജപം പണ്ണണം. അതുമാത്രമല്ല യാചന ആണ്ടവരോട് എപ്പോഴുമേ കേൾക്കണം. ആണ്ടവരെ നീ എന്നാ ഇന്നേക്ക് നീ തരാൻ ആഗ്രഹിക്കുന്ന അത് എൻ്റെ ജീവിതത്തിൽ നീ തരണം, അല്ലെങ്കിൽ നൽകണം, അല്ലെങ്കിൽ അത് നിനക്ക് അത് ശുദ്ധമായിരിക്കത്തക്കോണം ഇടവരുത്തണം എന്നതാണ് നമുക്ക് കേൾക്കുന്നത്. നമ്മൾ എപ്പോഴാണെങ്കിലും നമ്മൾ ആണ്ടവരായ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച അവൻ്റെ ജപത്തിൽ നമുക്ക് എന്നാ പാക്കാൻ പറ്റും? മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് ഇപ്പടി പാക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, പിതാവിൻ്റെ അതായത് തകപ്പനാരുടെ ചിത്തം എന്നത് അതുതാൻ നിറവേറണം. അതായത് തകപ്പനാരുടെ ചിത്തം എന്നതായിരിക്കുന്നത് അത് നിറവേറണം. അതിനുവേണ്ടി താൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ പർപ്പസ് എന്താ? തകപ്പനാരുടെ ചിത്തമാണ് നമുക്ക് മുഖ്യമായ വിഷയം. ഇംഗ്ലീഷിൽ എന്നാ ഇങ്ങനെ சொல்லுது? പ്രേയിങ് ഓൾവേസ് വിത്ത് ഓൾ പ്രെയർ ആൻഡ് സപ്ലിക്കേഷൻ. അത് ഓൾ പ്രെയർ എന്ന് சொல்லி എല്ലാ ജപങ്ങളും, അതായത് എല്ലാ ടൈപ്പിലും ജപം, അതായത് നമ്മൾ എല്ലാ മാറ്ററും നമ്മൾ ചൊല്ലി ദൈവത്തോട് ജപം പണണം. അത് മാത്രമല്ല ഇങ്ങനെ ചൊല്ലുകയാണ് prayer and supplication in the spirit. എപ്പോഴും നമ്മൾ ജപം പണമെന്ന് ചൊല്ലിക്കേ ഇൻ ദ സ്പിരിറ്റ്, അതായത് നമ്മുടെ ഹൃദയത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ, അല്ലെങ്കിൽ ആത്മാവിൻ്റെ പ്രേരണയാൽ ആത്മാവ് എന്നാ നമ്മളോട് ചൊല്ലുക അതിൻ്റെ ചിത്തം അനുസരിച്ച് താൻ നമ്മൾ എന്നാ പണം ജപം പണണം. അതായത് ഇങ്ങനെ ചൊല്ലും ആൻഡ് വിച്ച് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. അത് ആത്മാവിൻ്റെ ചിത്തം നമുക്ക് എപ്പോഴും തിരിയപ്പെടും. ആത്മാവിൻ്റെ ചിത്രം നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റും. ശരിതാൻ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് ശരിതാൻ. എന്നാൽ ആത്മാവിൻ്റെ ചിത്തം നമുക്ക് എപ്പോഴും തിരിയും? ആത്മാവിൻ്റെ ചിത്തം നമുക്ക് തിരിയണമെങ്കിൽ എന്നാ പറയണം? ആണ്ടവരുടെ വചനം നമ്മൾ വാസിച്ചിരുന്നു. ആണ്ടവരുടെ വചനം എന്ന് ചൊല്ലിയാൽ ഈ വേദപുസ്തകം താൻ ആണ്ടവരുടെ വചനം, അല്ലെങ്കിൽ ഈ ബൈബിൾ താൻ ആണ്ടവരുടെ വചനം, അല്ലെങ്കിൽ ഈ പുസ്തകം നമ്മൾ വാസിക്കുമ്പോൾ ആണ്ടവരുടെ ചിത്തം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ ചുമ്മാതെ നമ്മൾ അപ്പടി ജപം പണിയിട്ട് കാര്യമില്ല. നമ്മൾ എപ്പം പ്രെയർ പണുവാണെങ്കിലും ആണ്ടവരുടെ ചിത്തം അനുസരിച്ച് നമ്മൾ ജപം പണണം. അതായത് അത് ആണ്ടവരുടെ ചിത്തം അനുസരിച്ച് ജപം പണുമ്പോൾ അത് നമുക്ക് എന്നായിരിക്കും? അത് നമ്മുടെ ചിത്തമായിട്ട് മാറിടും. അത് മാത്രമല്ല നമുക്കത് ഫലം തന്നിടും. അതായത് നമുക്ക് ഫലം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ പണണം? അവനിൽ വസിക്കണം. അതായത് നമുക്കൊരു ആപ്പിൾ നമുക്ക് തേവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പടി കിടക്കാൻ പറ്റും? ആപ്പിൾ മരത്തിൽ തന്നെ കിടക്കും. അതായത് നമ്മൾ എന്ന് ചൊല്ലിയാൽ നമുക്ക് ഒരു ആപ്പിൾ വേണമെന്നുണ്ടെങ്കിൽ ആപ്പിൾ മരം വേണം. അതായത് നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വേണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഫലം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഫലം നമ്മൾ എന്നായിരിക്കണം? നമ്മൾ ദൈവത്തിൽ വസിക്കണം. അത് നമ്മൾ സുവിശേഷത്തിൽ നമ്മൾ വാസിച്ച് നമ്മൾ എന്നാ ഉള്ളത്? ആണ്ടവർ ചൊല്ലിക്ക്, ആണ്ടവരായ യേശുക്രിസ്തുവിനെ നീ എന്നിൽ വസിക്കുന്നു, ഞാൻ പിതാവിൽ വസിക്കുന്നു, പിതാവ് എന്നിൽ വസിക്കുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുന്നു, ഞാൻ ആത്മാവിൽ വസിക്കുന്നു, ആത്മാവ് എന്നിൽ വസിക്കുന്നു. അതായത് ഇതെല്ലാം ചൊല്ലുക. ആത്മാവ് പിതാവിൽ വസിക്കുന്നു എന്നാ ചൊല്ലുക. ഇത് എല്ലാമേ ചേർത്ത് നമ്മളെല്ലാമേ അവൽ വസിക്കുന്നു എന്ന് ചൊല്ലുമ്പോൾ നമ്മൾ അവൻ്റെ വചനത്തിൽ, അതായത് നമ്മൾ 4 പേര്, 3 പേര് നമ്മൾ പാർത്താച്ച 3 പിതാവ്, പുത്രന്, പരിശുദ്ധാവി. എന്നാൽ പിതാവ്, പുത്ര, പരിശുദ്ധാവി അവർ 3 ഒരുമിച്ച് വസിക്കുക.
നമ്മൾ ത്രിയേക ദൈവം ഒരുമിച്ച് വസിക്കുമ്പോൾ നമ്മൾ ആണ്ടവരെ അവനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, അവനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ എന്നാ പറ്റുക? നമ്മളിൽ ആര് വന്ന് വസിക്കും? പരിശുദ്ധാവി നമ്മളിൽ വസിക്കും. ഈ പരിശുദ്ധാവി എങ്കിൽ വന്നേ? പിതാവിൽ നിന്ന് വന്നേ. അത് എങ്കിൽ നിന്ന് വന്നേ? പുത്രനിൽ നിന്ന് വന്നേ. അതായത് ഇതെല്ലാം എങ്കിൽ നിന്ന് വരുന്ന പരിശുദ്ധാത്മാവി, പുത്രനിലും പരിശുദ്ധാവി മൂന്നിൽ കൂടെ താൻ നമുക്ക് ഈ ആവി നമുക്ക് നൽകിയിരിക്കും. അതായത് നമ്മുടെ ചിത്തം എന്നായിരിക്കണം? ആണ്ടവർക്ക്, അതായത് തകപ്പനാർക്ക് എന്ന ചിത്തമായിരിക്കുമോ അത് താൻ വേണം. അല്ലെങ്കിൽ പുത്രൻ അല്ലെങ്കിൽ കുമാരന് എന്ന ചിത്തമായിരിക്കുമോ അത് താൻ നമുക്ക് വേണം. അതായത് അത് മറ്റുമല്ല, പരിശുദ്ധാത്മയ്ക്ക് എന്ന ചിത്തമായിരിക്കുമോ അത് താൻ വേണം. കാരണം നമ്മുടെ ചിത്തം എന്നായിരിക്കണം? ആണ്ടവരുടെ ചിത്തമായിരിക്കണം. അതായത് നമ്മൾ ആണ്ടവരുടെ ചിത്തം നമ്മൾ ചെയ്യുമ്പോൾ ആണ്ടവർ നമ്മളോട് പ്രസാദം പറയണം. അതുകൊണ്ട് താൻ പരിശുദ്ധാവി നമ്മൾ വസിക്കുന്നു. പരിശുദ്ധാവി എങ്ങനെ വസിക്കാൻ പറ്റും? നമുക്ക് തിരികെ നമുക്ക് വരുന്നത് ഞാൻ നേരത്തെ ചൊല്ലിയാച്ചു. പരിശുദ്ധാവി പവിത്ര സ്ഥാനത്ത് അല്ലെങ്കിൽ പരിശുദ്ധത്ത് താൻ വസിക്കാൻ പറ്റും. അത് പരിശുദ്ധി ഇല്ലാത്തടത്ത് പരിശുദ്ധാവി വസിക്കാൻ മാറ്റാം. ആ പരിശുദ്ധാവി വസിക്കണമെന്നുണ്ടെങ്കിൽ എന്നാ പറയണം? നമ്മൾ ശുദ്ധരായിരിക്കണം. പരിശുദ്ധാവി എന്നാൽ மட்டுமே നമ്മൾ വാസം പണ്ണുകയുള്ളൂ. അത് നമ്മൾ ശുദ്ധം എപ്പടിയായിടും? അശുദ്ധമാവണമെങ്കിൽ എന്നാ പറയണം? ആണ്ടവരായ യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കണം. അത് ആണ്ടവരായ യേശു ക്രിസ്തു എൻ്റെ ആണ്ടവരാണെന്നും അവൻ എൻ്റെ ദൈവമാണെന്നും അല്ലെങ്കിൽ അവൻ താൻ എൻ്റെ കടവുളെന്നും നമ്മൾ വിശ്വസിക്കുകയും അവൻ എൻ്റെ പാപം മോചിക്കാൻ വേണ്ടി വന്നു എന്ന് നമ്മൾ വിശ്വസിക്കുകയും, അതായത് എൻ്റെ പാപമെല്ലാം എടുത്ത് മാറ്റിടുമെന്ന് വിശ്വസിക്കുകയും അവനിൽ നമ്മൾ വിശ്വസിച്ച് നമ്മുടെ പാപങ്ങളെ അവൻ്റെ കയ്യിൽ കൊടുത്തിടുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം അവനെടുത്തിടും. നല്ലപോലെ വിസാരിച്ചിടും. എന്നാ നമ്മുടെ പാവങ്ങൾ എന്നാ കാര്യം? കുമാരൻ നമ്മുടെ പാവങ്ങളെല്ലാമേ എടുത്ത് നമ്മളെ പാപത്തിൽ നിന്നും മോചിപ്പിച്ചിരിക്കും. നമ്മളെ കംപ്ലീറ്റ് പൂർണ്ണമായി ശുദ്ധമാക്കിയിരിക്കും. ഇപ്പം പാപമില്ലെങ്കിൽ അങ്ങ് അശുദ്ധി ഇരിക്കുമോ? പാപം ഇരിക്കുമ്പോൾ താൻ അശുദ്ധി ഇരിക്കുന്നത്. നമ്മുടെ പാപങ്ങളെല്ലാം കുമാരനായ ആണ്ടവർ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്നാ പറ്റി? നമ്മൾ വിശുദ്ധരായച്ചേ. അന്നേരം ആണ്ടവർ എങ്ങനെ വാസം പണ്ണും? വിശുദ്ധിയുള്ളിടത്ത്. അതായത് നമുക്ക് പരിശുദ്ധാവി എന്ത്? ആണ്ടവർത്താൻ. ആ പരിശുദ്ധാവി വസിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധ ഇടത്തെ വസിക്കത്തുള്ളൂ. അത് പരിശുദ്ധമല്ലാത്ത ഇടത്തിൽ അത് വസിക്കാതെ ഞാൻ ഉദാഹരണമായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ ചൊല്ലിയിടാം. അത് നിങ്ങൾ പാത്ത് നോക്കിക്കുകയും നീ എപ്പോഴെങ്കിലും പാത്താച്ചാ ഈ ഡോ എന്ന് ചൊല്ലിയാല് നമ്മൾ എന്നാ ചൊല്ലിയ പ്രാവ് എങ്കെങ്കിലും ചെളിയിൽ പോയി ഇരിക്കുന്നത് നിങ്ങൾ പാത്താച്ചാ? പ്രാവ് എപ്പോഴെങ്കിലും ചെളിയിൽ പോയി പാത്താച്ച അവന് തീറ്റി കിടക്കുമോ ഇല്ലയോ ഒന്നുമേ പറയില്ല. പക്ഷെ ആ പ്രാവ് ഒരിക്കലുമേ എന്നെ പണത്തില്ല ചെളിയിൽ അല്ലെങ്കിൽ അശുദ്ധിയായ ഇടത്തിൽ പോയി ഇരിക്കേ മാട്ടാം. അത് എന്നാ പറ്റിയാലും അത് പോകാം. അത് എங்கே ഇരിക്കും? വിശുദ്ധിയുള്ള സ്ഥലത്താണ് ഇരിക്കും. അതുകൊണ്ട് താൻ ആണ്ടോട് നമ്മൾ സാക്രിഫൈസ് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ബലി നമ്മൾ പഠിക്കുമ്പോൾ പ്രാവിനെ ബലി പണ്ണാമെന്ന് നമ്മൾ ചൊല്ലിക്കുകയാണ്. അത് വിശുദ്ധിയുള്ള പക്ഷി. അതേപോലെ ആണ്ടവര് വിശുദ്ധിയുള്ള ആണ്ടവർ താൻ. അവൻ അശുദ്ധിയുള്ള ഇടത്ത് വന്ന് വാസം പണ്ണാതെ നമ്മൾ ആണ്ടവരെ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ അവനെ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നമ്മൾ എന്നാ പറ്റിയിരിക്കുക? നമ്മുടെ അശുദ്ധി മാറിയാച്ച്. അശുദ്ധി മാറിയപ്പോൾ നമ്മൾ വിശുദ്ധരായാച്ച്. നമ്മൾ വിശുദ്ധരായപ്പോൾ ആണ്ടവർ നമ്മളിൽ വാസം പണിയാച്ച്. ഇപ്പൊ ആണ്ടവർ എங்கே ഇരിക്കുക? നമ്മളിലിരിക്കുക. അപ്പം നമ്മൾ എന്നായിരിക്കണം? നമുക്ക് എന്നാ ഫലം നമ്മളിരിക്കുമ്പോൾ, അതായത് നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് എന്നാ ഫലം കായ്ക്കണം? വിശുദ്ധിയുടെ ഫലം കായ്ക്കണം. അതായത് ആണ്ടവർക്ക് ചിത്തമായ ഫലം നമ്മൾ കായ്ക്കണം. അതാണ് നമ്മൾ ഈ
18 വാക്യത്തിൽ നമ്മൾ അപ്പടി അത് മാത്രമല്ല നമ്മൾ പ്രാർത്ഥനയാലും ജാഗരിച്ച് നമ്മൾ ആണ്ടവരോട് ജപം பண்ணி നമ്മൾ ജാഗരിച്ച്, അതായത് എപ്പോഴും എല്ലാ സമയത്തും നമ്മൾ ഭയത്തോടെ അല്ലെങ്കിൽ നമ്മൾ വിറയലോടെ അല്ലെങ്കിൽ നമ്മൾ എന്നാ ചൊല്ലും, ഞാൻ അത് ആണ്ടവർ നമ്മളെ കൊന്നിടും എന്ന് വിചാരിച്ചല്ല. ആണ്ടവരോടുള്ള ഭയം എന്ന് പറഞ്ഞാൽ ബഹുമാനം, അല്ലെങ്കിൽ അവനോടുള്ള സ്നേഹം, അവൻ്റെ നേസം നമ്മൾ കാണിക്കാൻ വേണ്ടി ഭയത്തോടും വിറയലോടും അവൻ്റെ സന്നിധി വരണം. ഈ 19 വാക്യത്തിൽ നമ്മൾ അത് മാത്രമല്ല നമ്മൾ എന്നാ ചൊല്ലുക, സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണസ്ഥിരത കാണിപ്പിക്കും. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടിയും ജപം പണിയിടണം. നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചാൽ അപ്പോസ്തലനായ പൗലോസ് അവൻ പരിശുദ്ധനായിരുന്നു, അവന് പെരിയ അപ്പോസ്തലനായിരുന്നു, അവൻ പരിശുദ്ധിയിൽ വാസം പണിയവൻ താൻ. അവൻ ചൊല്ലുകയാണ്, അവനാണ് ഈ പുസ്തകം എഴുതി വെച്ചത്. നമ്മൾ വാസിക്കുമ്പോൾ വചനത്തിലെ ഈ വേദപുസ്തകത്തിൽ നമ്മൾ ആണ്ടവരുടെ ഈ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകം ആരും എഴുതി വെച്ച അപ്പോസ്തലനായ പൗലോസ് എഴുതി വെച്ച 13 പുസ്തകം എഴുതി വെച്ച ടോട്ടൽ 14 சொல்லிടാം. 13 പുസ്തകം നമുക്ക് കണ്ടിപ്പായി നമുക്ക് தெரியும். 13 പുസ്തകം എഴുതി വെച്ച ഏറ്റവും കൂടുതൽ പുസ്തകം ആരെഴുതിയ പുസ്തകം ആ അപ്പോസ്തലനായ പൗലോസ് ചൊല്ലുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി ജപം പണിയിടണം. കാരണം ഞാൻ തപ്പിലേക്ക് പോവാതെ അല്ലെ ആണ്ടവർക്ക് ചിത്തമല്ലാത്ത കാര്യം ചെയ്യുവാൻ തക്കോണം ഇടവരാതെ വണ്ണം നിങ്ങൾ എന്നോട്, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പേശുമ്പോൾ ആണ്ടോടെ വചനം തന്നെ പേശുവാൻ തക്കോണം എനിക്ക് കൃപ കിട്ടത്തക്കോണം നിങ്ങൾ എനിക്ക് വേണ്ടി ജപം പണിയണം. അപ്പോസ്തലനായ പൗലോസ് അവൻ ജപം പണ്ണാതെ അവനെ പേശാൻ വന്നിരിക്കുന്ന ജനങ്ങളോട് അല്ല, അവൻ പുസ്തകം എഴുതി ആണ്ടവരോട് ജപത്തോടെ എന്നാണ്. ഞാൻ എൻ്റെ പ്രാർത്ഥന മാത്രമല്ല നിങ്ങളുടെയും പ്രാർത്ഥന എനിക്ക് ആണ്ടവരുടെ ചിത്തത്തിന് വേണ്ടി നിങ്ങളും എനിക്ക് വേണ്ടി ജപം പണിയണം. അങ്ങനെ ജപം പണിയെങ്കിൽ മാത്രമേ എന്നാ പറ്റൂ, ആണ്ടവരുടെ ചിത്തം നമുക്ക് വരാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ നമ്മൾ വാസിക്കുന്നത് അതിനായി ജാഗരിച്ച്, അതുകൊണ്ട് നമ്മൾ എപ്പോഴുമേ ഉണർന്നിരുന്നു. അല്ലെങ്കിൽ നമുക്ക് അവന് സകല വിശുദ്ധന്മാർക്കും അപ്പോസ്തലനായ പൗലോസ് അവൻ ചൊല്ലുന്നത് എനിക്ക് വേണ്ടി മറ്റുമല്ല, നീ സകല വിശുദ്ധന്മാർക്കും ആരൊക്കെ ആണ്ടവരുടെ വേല പണോ അവർക്കെല്ലാവർക്കും വേല പണുന്നവർ മാത്രമല്ല ആണ്ടവരെ ആരൊക്കെ വിശ്വസിച്ച ആരൊക്കെ അവന് ഹൃദയം കൊടുത്തയച്ച അവർക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങൾ എന്നെ വേണം ജാഗരിച്ച് പ്രാർത്ഥിക്കണം, ഞങ്ങൾ ജപം പണിയണം. നിങ്ങളോട് ഇങ്ങനെ ചൊല്ലുകയാണ്, നിങ്ങൾ ആണ്ടവർക്ക് ജപം പണിയണം. 19 വാക്യത്തിൽ എനിക്ക് ചൊല്ലുവാൻ സമയം கிடைக்காது. നാളേക്ക് നമുക്ക് 19 വാക്യം നമുക്ക് ചിന്തിച്ചിടാം. ഇങ്ങനെ നമ്മൾ എന്നാ പണത്, നമ്മൾ എന്നാ പാക്കുന്നത്, ആണ്ടവരുടെ ചിത്തം എന്നതാണ് അത് നമ്മൾ നിവർത്തിക്കണം. അതിന് നമ്മൾ എന്നാ പണണം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അത് ശരി, നമുക്ക് വേണ്ടി ജപം പണണം, ശരി, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ജപം പണണം. കാരണം അവർ തപ്പായ വഴിയിൽ പോവാതെ ഇരിക്കത്തക്കോണം, അല്ലെങ്കിൽ സാത്താൻ അവരെ കൽപ്പിക്കാതിരിക്കാൻ തക്കോണം, നമ്മൾ ആ പിശാച് അവനെ തെറ്റിക്കാതിരിക്കത്തക്കോണം, അല്ലെങ്കിൽ പിശാച് അവനിൽ കൂടെ തെറ്റായ വചനം തരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്നാ പണണം, അവർക്ക് വേണ്ടി ജപം പണിയണം. അന്നേരം നമ്മൾ വാസിച്ച് നമ്മൾ നേരത്തെ വാസിച്ച് എന്നെ നമ്മൾ ഒരു യുദ്ധത്തിലിരിക്കുകയാണ്. യുദ്ധത്തിലിരിക്കുമ്പോൾ അതിൽ നമുക്ക് ആണ്ടവരുടെ പ്രൊട്ടക്ഷൻ എല്ലാമേ നമുക്ക് கிடைக்கும். അത് നമ്മൾ വാസിച്ചത് ആറ് പ്രൊട്ടക്ഷൻ നമ്മൾ വാസിച്ചാച്ച്. എന്നാൽ അത് മറ്റുമല്ല, ഞാൻ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങളും എൻ്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് ജപം പണിയണം. ഞാൻ വെച്ചിടുക. സമയം മുടിഞ്ഞാച്ച് ആണ്ടോട് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആണ്ടോടെ നാമത്തെ പെരുമാറാകട്ടെ. ആമേൻ.